അങ്ങനെ അർജന്റീന വേഴ്സസ് ഇംഗ്ലണ്ട് മത്സരം കഴിഞ്ഞിരിക്കുക. കളി കണ്ടവർക്ക് അറിയുന്നുണ്ടാവും എന്ത് മോശം കളിയാണ് ഇംഗ്ലണ്ട് കളിച്ച്. ചോദിച്ചു മേടിച്ച തോൽവി എന്നൊക്കെ പറഞ്ഞാലേ ഇതാണ്. ആ തൂച്ചലിനെയും പിള്ളേരും പറഞ്ഞാൽ മതി. എന്താ പ്ലാനിങ്? ഒരു ഗോൾ അടിച്ചിട്ട് ഡിഫെൻഡ് ചെയ്യുക. ആരെ? അർജന്റീനേനെ. അർജന്റീനേൻ്റെ മെൻറ്റാലിറ്റി എല്ലാവർക്കും അറിയുന്ന കാര്യമല്ലേ. ഒരു തിരിച്ചടിക്കാൻ നോക്കുന്നുള്ള എല്ലാവർക്കും അറിയാം. അത് പോട്ടെ, ഒരു LKG പഠിക്കുന്ന കൊച്ചു കുട്ടികൾക്ക് പോലും അറിയാം അർജന്റീനേൻ്റെ മെൻറ്റാലിറ്റി എന്താണ്. അവിടെയാണ് ഇവന്മാർ ഒരു ഗോൾ അടിച്ചിട്ട് പൂർണ്ണമായിട്ടും ഡിഫെൻസ്, അറ്റാക്കോ കൗണ്ടറോ ഒന്നും നോക്കില്ല. ഡിഫെൻസ് പ്രസ് ചെയ്യുന്നുണ്ടോ? അതുമില്ല. വളരെ മോശം കളി. തൂച്ചലിനെ തന്നെ ഇതിൽ കുറ്റപ്പെടുത്തിയേ പറ്റുള്ളൂ. നല്ലൊരു അവസരമായിരുന്നു ഇംഗ്ലണ്ടിന് ഇപ്രാവശ്യം കപ്പടിക്കാനൊക്കെ ഉള്ളത്. അതുകൊണ്ട് തൊലച്ചെന്ന് തന്നെ പറയാം. അർജന്റീന അവരെ സമ്മതിച്ചു കൊടുത്തേ പറ്റുള്ളൂ. ആദ്യത്തെ ഹാഫ് ഉണ്ടല്ലോ, ആദ്യത്തെ ഹാഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫുട്ബോളല്ല, വല്ല റഗ്ബിയോ ഗുസ്തിയോ അങ്ങനെ എന്തായിട്ട് വേണമെങ്കിലും പ്രഖ്യാപിക്കാം. അങ്ങനത്തെ ഒരു ഊളക്കളിയായിരുന്നു. പക്ഷേ സെക്കൻഡ് ഹാഫിലേക്ക് വന്നപ്പോഴും അപ്പോഴും ആ ടൈമിൽ ഇംഗ്ലണ്ട് അത്യാവശ്യം നന്നായി കളിച്ചിട്ടുണ്ടായിരുന്നു. അർജന്റീന അധികവും അവരെ പ്രകോപിപ്പിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ അതിലൊന്നും വീഴാണ്ട് ഇംഗ്ലണ്ട് മര്യാദ കളിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ കളി എപ്പം മാറിയെന്ന് വെച്ച് കഴിഞ്ഞാൽ സെക്കൻഡ് ഹാഫിൽ ഇംഗ്ലണ്ട് ഗോളടിച്ച്. ആ ഗോളടിച്ചേരെ പിന്നെ ഇംഗ്ലണ്ട് ഫുട്ബോൾ കളിച്ചിട്ടില്ല, അല്ലെങ്കിൽ ഇംഗ്ലണ്ടിന് പന്ത് കൊടുത്തില്ല എന്ന് പറയാം. ശരിക്കും ഈ 2 ഗോളൊക്കെ പോലെ എപ്പോഴോ അടിച്ചേനെ. ആ പിക്ഫോർഡ് എന്ന് പറഞ്ഞ ഒരാളുള്ളതുകൊണ്ട് മാത്രം എന്തോരം സേവ മൂപ്പര് പട്ടീനെ പോലെ പണിയെടുക്കുകയായിരുന്നു അവിടെ. അർജന്റീന എന്നൊക്കെ വെച്ച് കഴിഞ്ഞാൽ കിഡില അറ്റാക്ക്. മെസ്സിനെ പറ്റി ഒന്നും പറയണ്ട. അയാൾ എന്ത് കളിയാണ് കളിക്കുന്നത്. കിടിലൻ കളി എന്ന് വെച്ച് കഴിഞ്ഞാൽ കിടിലൻ കളി. ഒരു രക്ഷയില്ലാത്ത മനുഷ്യൻ. പുള്ളിക്കാരെ മെസ്സി ഉണ്ടല്ലോ അവിടെ കിടന്ന് നല്ല കളി കളിച്ചിരിക്കുന്നത്. മെസ്സി ഡിഫൻസ് ബ്രേക്ക് ചെയ്യാനൊക്കെ അർജന്റീനയെ ഹെൽപ്പ് ചെയ്തിരിക്കുന്നത്. ഈ 39-ാം വയസ്സിൽ മൂപ്പര് കളിച്ച കളി ഒരു രക്ഷയില്ല. ഇപ്പോഴും അർജന്റീനൻ്റെ മെയിൻ പ്ലെയർ അയാൾ തന്നെ. 2 അസിസ്റ്റ് കളിയിൽ നേടിയ 2 അസിസ്റ്റ്, കിടിലൻ അസിസ്റ്റ്. പിന്നെ എൻസോ ഫെർണാണ്ടസ് മൂപ്പര് എന്താ ചെയ്യുന്നതെന്നറിയോ? വെടിയുണ്ടകൾ ഇങ്ങനെ അയച്ചോണ്ടിരിക്കുകയായിരുന്നു. ഭാഗ്യം ഉണ്ടായിരുന്നു ഇംഗ്ലണ്ടിന്. ലാസ്റ്റ് ഒരെണ്ണം മൂപ്പരിങ്ങനെ അയച്ചേൽ ഒരെണ്ണം കിട്ടി. നല്ല കിടിലൻ ഗോള്. എന്താ പറയാ. മറിച്ച് അർജന്റീന ആയിരുന്നു ഇംഗ്ലണ്ടിൻ്റെ സ്ഥാനത്തെങ്കിലേ അവരെ അറ്റാക്ക് ചെയ്തേനെ. ആ ഇഞ്ചുറി ടൈമിലൊക്കെ ഇംഗ്ലണ്ട് എന്താ പ്രത്യേകിച്ചൊന്നും പറയാനില്ല. കൈ കിട്ടിയ കളിയായിരുന്നു ഇംഗ്ലണ്ടിന്. അതുകൊണ്ട് കളഞ്ഞ്. എൻ്റെ അത്ഭുതം എന്താ അറിയോ? ഒരു ഗോൾ അടിച്ച് കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ വിങ്ങേഴ്സിനൊക്കെ അങ്ങോട്ട് പിടിച്ച് പിൻവലിച്ചിരിക്കുന്നത് ഉച്ചല്. ഗോർഡനൊക്കെ പിടിച്ച് ഒഴിവാക്കി. അപ്പോൾ റാഷ്ഫോർഡിനെങ്കിലും ഇറക്കണ്ടേ? ഇല്ല, മൂപ്പര് ഡിഫൻഡേഴ്സിന് ഇറങ്ങി അങ്ങോട്ട് ഒലത്താൻ നോക്കിയതാ ഡിഫെൻഡ് ചെയ്യാൻ. അടിച്ച് മടക്കിയിട്ട് അർജന്റീന കൈ കൊടുത്ത് അവന്മാർ ആധികാരികമായിട്ട് ഫൈനലിൽ കയറി. അർജന്റീന അല്ലേ റഫറിൻ്റെതാണ് മറ്റേതാണെന്നൊക്കെ പറഞ്ഞിട്ട് ഓരോരുത്തർ ആക്കുന്നുണ്ടല്ലോ. അതിൻ്റെ കാര്യമൊന്നും എനിക്കറിയില്ല. പക്ഷേ ഇവരിത് കാണിച്ച് മേടിച്ചതാ. അങ്ങനെ പറഞ്ഞാലും ശരിയാവില്ല. ഇംഗ്ലണ്ട് ഇത് ചോദിച്ച് മേടിച്ച തോൽവി, അത്രയ്ക്ക് പറയാനുള്ളൂ. വളരെ മോശം കളി. ഇനിയിപ്പം നമുക്ക് സ്പെയിനും അർജന്റീനയും തമ്മിലുള്ള ഫൈനൽ കാണാം.